ടൈമിലും മദ്യപിച്ചിട്ടില്ല. പേര് മൊയ്തുട്ടി, കോഴിക്കോട്. ഹായ് ഹായ് മൃതിക. മൃതിക. ഹായ് മധുരിക. ഹായ് ഹായ് ഹായ്. അപ്പോ 26 മിനിറ്റുകൾ കൂടെ കഴിയുമ്പോൾ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിലെത്തിയിട്ട് 27 വർഷം തികയും. 28ാമത്തെ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കും. എന്റെ പഴമക്കാർക്ക്, ദൈവത്തിന്, എന്റെ കുടുംബത്തിന്, എന്നെ സഹിച്ച എന്റെ സമൂഹത്തിന് എല്ലാവർക്കും നന്ദി പറയട്ടെ. ആദ്യമായിട്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൽ ആദ്യം വന്നപ്പോൾ തന്നെ കേട്ട ഒരു വാചകമുണ്ട്, ദ സെലക്ടഡ് ഫ്യൂ. ഒത്തിരി പേര് ഇതിനകത്ത് കൂടെ വരും പോകും, പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമേ ഇതിനകത്ത് നിൽക്കുകയുള്ളൂ. അബ്സ്റ്റൈൻസ്, മാറി നിൽക്കുക. അതിന്റെ പ്രാഥമിക ഉദ്ദേശം ഏത് തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ടവനാണെങ്കിലും മാറി നിൽക്കുക. പക്ഷെ മാറി നിൽക്കാൻ ആൽക്കഹോളിക്സ് അനോണിമസ് നമുക്ക് 12 പടികളും ആ കൂട്ടായ്മയുടെ നിലനിൽപ്പിന് 12 പാരമ്പര്യങ്ങളും 12 പാരമ്പര്യങ്ങളുടെ ലോങ് ഫോമും ഒക്കെ നമുക്ക് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പുസ്തകങ്ങളിൽ നിന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ പോലെയുള്ള ആദ്യകാലത്ത് വന്ന, അതായത് കോഴിക്കോട് 92-ൽ ഇത് സെൽഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ 83 82-ലൊക്കെ അത് ഇവിടെ ഉണ്ടെങ്കിലും 92-തൊട്ടാണ് കോഴിക്കോട് ഇത് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയതും. ടി കെ രവീന്ദ്രൻ എന്ന് പറയുന്ന ഞങ്ങളുടെ പഴമക്കാരൻ സുരക്ഷാ ആശുപത്രിയിൽ അവിടുത്തെ ആശുപത്രിയുടെ ഡയറക്ടറായിരുന്ന ആഫീസ് മുഹമ്മദുമായിട്ട് സഹകരിച്ചിട്ട് അവിടെ ഗ്രൂപ്പ് ആരംഭിക്കുകയും അതിന് മദ്രാസിൽ നിന്ന് വെങ്കിട്ട്, വാസു മുതലായിട്ടുള്ള മദ്രാസിലെ സീനിയേഴ്സ് വന്ന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും കോഴിക്കോട് ഇന്റർഗ്രൂപ്പ് പ്രവർത്തനം ആരംഭിക്കുകയും അങ്ങനെ ഒന്നിൽ നിന്ന് അങ്ങനെ വളർന്ന് ഇന്ന് ഈ പ്രദേശത്ത് തന്നെ ഏകദേശം 100-150 ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 6-7 ഇന്റർഗ്രൂപ്പുകളുണ്ട്, ഏരിയ കമ്മിറ്റികളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അന്ന് ഈ തുടക്കം കുറിക്കുമ്പോൾ പുസ്തകങ്ങളുണ്ട്. ഞാനിപ്പോ ഈ പറയുന്നത് പോലെ 88-ലാണ് എൻ്റെ ഒരു അമ്മാവൻ ആൽക്കഹോൾ എന്ന് പറയുന്ന മദ്യത്തിന്, ശരിക്കും ആൽക്കഹോളിക് അടിമപ്പെട്ട് സിറോസിസ് വന്ന് എൻ്റെ കൺമുമ്പിൽ കിടന്ന് മരിച്ചത്. അപ്പൊ അതിനുശേഷം ഞാൻ കിട്ടാവുന്നത്ര ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മദ്യത്തെ പറ്റിയിട്ടുള്ളത്, മലയാളത്തിലുണ്ടായിരുന്ന ഒരു ഡോക്ടർ മാലതിയുടെ ആണ് മദ്യം എന്ന് പറയുന്നത് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ പുസ്തകം. അങ്ങനെ ഒരുപാട് ഒത്തിരി പുസ്തകങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനത് വായിക്കാറുണ്ട്. ഒരു വായനക്കാരനായതുകൊണ്ട് തന്നെ ആൽക്കഹോളിക്സ് അനോണിമസിനെ പറ്റി റീഡേഴ്സ് ഡൈജസ്റ്റ്, നമ്മുടെ അങ്ങനെയുള്ള പലതിൽ നിന്നും ആൽക്കഹോളിസത്തെ പറ്റി കുറേശ്ശൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ 88-ന് ശേഷം മെല്ലെ അതിലേക്ക് വഴുതി വീഴുകയാണെന്നുള്ള സത്യം ഞാൻ മറന്നുപോയി. എനിക്ക് അധികകാലത്ത് കുടിയുടെ കഥകളൊന്നും പറയാനില്ല. 33 വയസ്സ് വരെ എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ജീവിതത്തിന് പല ഭാഗത്തും ചില അനിയന്ത്രണങ്ങളൊക്കെ എന്നുവെച്ചാൽ മറ്റുള്ള കുട്ടികളുടെ മാതിരി അല്ലാത്ത ചില നല്ലതല്ലാത്തതുമായ ചില സ്വഭാവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. എന്തിനോടുമുള്ള ഒരു ആർത്തി മനസ്സിലായിരുന്നു. അതുപോലെ പണം ചെലവഴിക്കാൻ പറ്റാത്ത, അറിയാത്ത ഒരവസ്ഥ മനസ്സിലായിരുന്നു. പഠനത്തെക്കാൾ ഒരു തരം ലഹരി എവിടെയോ എന്നെ എന്തിനൊക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് 1982 എൻ്റെ പിതാവിന്റെ മരണശേഷം ഞാൻ കോഴിക്കോട്ട്, അതിന്റെ ഇടയിലൊക്കെ യാത്രകളിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് രണ്ട് ബിയറോ അല്ലെങ്കിൽ ഒരു 4 ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ കുറെ കാലം മദ്യം ഇല്ലാതെ ഇരുന്നിട്ടുണ്ട്. 82-ൽ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം കോഴിക്കോട്ട് വന്ന് ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത്
79 വിവാഹം കഴിഞ്ഞു. ആ കാലഘട്ടം മുതൽ 72, 73 വരെ എൻ്റെ വലിയച്ഛൻ്റെ കൂടെ മരക്കച്ചവടത്തിലായിരുന്നു. അത് കഴിഞ്ഞ് 72, 82 ഞാൻ വനദേശസൽക്കരണം കഴിഞ്ഞ ശേഷം എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ ഗുരുവായൂരടുത്ത് പുന്നിയൂർക്കുളം എന്ന സ്ഥലത്ത് വന്ന് നല്ലൊരു കർഷകനായിട്ട് ഭാര്യയും ഞാനും അന്ന് 3 മക്കളേ ഉള്ളൂ, 4 പേരുണ്ട്, ജീവിച്ചു. അപ്പോൾ ഇറ്റ് വാസ് മൈ ഗോൾഡൻ ഡേയ്സ് എന്ന് പറയാം. വളരെ ശാന്തനായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. അതിനുശേഷം അച്ഛൻ മരിച്ചു. അപ്പോൾ അമ്മ കോഴിക്കോടാണ്, 2 അനുജന്മാരും കോഴിക്കോട്ടാണ്. സഹോദരിമാരെ കല്യാണം കഴിച്ചിട്ടുള്ളതും ഒരാൾ തലശ്ശേരി, 2 പേര് തിരൂര്, ഒരാൾ കൊണ്ടോട്ടി, ഒരാൾ മണ്ണാർക്കാട്. ഇപ്പോൾ സെൻട്രലൈസ് ചെയ്തിട്ട് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തു. ഇവിടെ അന്ന് തന്നെ ഒരു ട്രാവൽ ഏജൻസി മറ്റൊരു ആളുമായിട്ട് ഞാൻ ചാവക്കാട് ഒക്കെ ഭാഗത്തൊക്കെ ട്രാവൽ ഏജൻസി നടത്തിയിരുന്നു. അതിനുശേഷം കോഴിക്കോട് വന്ന് കുറച്ച് വിപുലമായിട്ട് ഗവൺമെൻറ്, എൻ്റെ സെൻട്രൽ ഗവൺമെൻറ് ലൈസൻസൊക്കെ പാസ്പോർട്ട് അംഗീകൃത ഏജൻ്റായിട്ട് ഇവിടെ പ്രാരംഭം നല്ല നിലയിൽ ആരംഭിച്ചു. അങ്ങനെ അതിനോടനുബന്ധിച്ച് എന്താ നമ്മൾ പറയില്ലേ, ഒരു ബിസിനസ് പ്രൊമോട്ടേഷൻ എന്നുള്ള നിലക്ക് എയർ ഇന്ത്യയിൽ, ഗൾഫ് എയറിലെയോ പാസ്പോർട്ട് ഓഫീസിലെയോ ഒക്കെ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ കുറേശ്ശെ തുടങ്ങിയ മദ്യപാനം 91 ആയപ്പോഴേക്കും എനിക്ക് പിടിച്ചാൽ കിട്ടാത്ത അത്ര ഒരവസ്ഥയിലേക്ക്, കുടിച്ചു കഴിഞ്ഞാൽ എത്ര കുടിച്ചാലും മതി വരാത്ത ഒരവസ്ഥ. അങ്ങനെ 91 ഞാൻ എൻ്റെ ഭാര്യയും ഒന്നിച്ച് തന്നെ ചികിത്സകൾ ആരംഭിച്ചു. പക്ഷെ 95 സുരക്ഷയിൽ എത്തുന്നത് വരെ മാറി മാറി ഡോക്ടർമാരെടുത്തും, അന്ന് തൊട്ട് പരിചയമുള്ളതാണ് ഡോക്ടർ KS മോഹൻ സാർ, ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ സൈക്യാട്രിസ്റ്റ്. അപ്പോൾ മരുന്നുകളും ബാക്കിയൊക്കെ കഴിച്ചെങ്കിലും അദ്ദേഹമാണ് ഒരു ഹിന്റ് ശരിക്കും എനിക്ക് തന്നത്. നിങ്ങളെപ്പോലെയുള്ളവർക്ക് ശാരീരികമായിട്ട് ഇത് പറ്റുകയില്ല എന്നുള്ളത്. അതിനുശേഷം മൗറില്ല എന്ന് പറയുന്ന സിസ്റ്റർ ഇവിടെ ഒരു കൗൺസിലിംഗ് സെന്റർ നടത്തിയിരുന്നു. പിന്നീട് അവർക്ക് സ്വന്തമായി ഡി അഡിക്ഷൻ സെന്റർ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ സിസ്റ്ററും ഈ പറയുന്നത് പോലെ ഇതേപ്പറ്റി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. AA എന്ന് പറയുന്ന ഒരു സംഘടനയും അതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയും ചെറിയൊരു ഹിന്റൊക്കെ തന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് ഒരു മദ്യാസക്തനായിരുന്നുകൊണ്ട് അവള് ഈ പറയുന്ന മാതിരി കോട്ടയത്തും മാനന്തവാടിയൊക്കെ പോയി ചികിത്സകൾ തേടി ഈ AA ഫെലോഷിപ്പിനെ പറ്റിയും ഈ രോഗാവസ്ഥയെ പറ്റിയൊക്കെ വളരെ നല്ല നിലയിൽ എൻ്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ട വിധത്തിൽ നല്ല രീതിയിൽ മെസ്സേജ് കൊടുത്തപ്പോൾ അവരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ 1995 ഒക്ടോബർ 4-ാം തീയതി അർദ്ധരാത്രി മദ്യപിച്ച ശേഷം 5-ാം തീയതി സുരക്ഷാ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അതിനുശേഷം ഇന്നേ വരെ ഞാൻ പിന്നീട് മദ്യപിച്ചിട്ടില്ല. വൺ ഡേ അറ്റ് എ ടൈം എന്ന് പറയാം. പക്ഷെ അവിടെ എത്തി ഞാൻ ഈ പറയുന്ന പോലെ ഒരു 21 ദിവസത്തിൻ്റെ ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ മീറ്റിംഗ് നടക്കുന്നത് കണ്ടു. എല്ലാ ബുധനാഴ്ചകളിലും 2-ാം ഞായറാഴ്ചകളിൽ കുടുംബ മീറ്റിംഗ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനോടനുബന്ധിച്ച് അവിടുത്തെ ഡയറക്ടറോട് അതിൻ്റെ ചില പുസ്തകങ്ങളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും ഒക്കെ അന്വേഷിക്കുകയും അദ്ദേഹം ചില പാംലെറ്റുകളും ഈ ബിഗ് ബുക്ക് ഇംഗ്ലീഷിലുള്ളതിനെ പറ്റി അഡ്രസ്സുകളൊക്കെ തരികയും അവിടെ അന്നത്തെ സീനിയർ മെമ്പറായിരുന്ന TK രവിയേട്ടനുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു. രവിയേട്ടൻ എനിക്ക് പുസ്തകങ്ങൾ കിട്ടുന്ന GSO ഇന്ത്യയുടെ അഡ്രസ്സ് തരികയും അതോടൊപ്പം തന്നെ കുറച്ച് വിദേശ രാജ്യങ്ങളിലെ ഇംഗ്ലീഷുകാരുടെ അഡ്രസ്സ്, അതുപോലെ ആ അഡ്രസ്സ് കൂടുതൽ കിട്ടാനുള്ള ഒരു മാഗസിൻ, വേൾഡ് ഹെലോ എന്ന് പറയുന്ന ഒരു മാഗസിൻ, അതിൻ്റെ അഡ്രസ്സൊക്കെ എനിക്ക് തരികയും ചെയ്തു. അങ്ങനെ ഞാൻ ശരിക്കും കറസ്പോണ്ടൻസ് തുടങ്ങി. വിദേശ രാജ്യങ്ങളിലുള്ള AA സുഹൃത്തുക്കളുമായിട്ടുള്ള കറസ്പോണ്ടൻസ്. അത് ഒരു കൊല്ലം കൊണ്ട് എനിക്ക് കിട്ടാവുന്നത്ര അനുഭവങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ ഷെയറിങ് ഓൺ പേപ്പർ
ഇംഗ്ലണ്ടിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെ എഴുത്തുകൾ കിട്ടുകയും ഞാൻ ഈ രോഗത്തിന്റെ ആ തീക്ഷ്ണമായ ഭാവത്തെപ്പറ്റി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ശക്തമുള്ളതാണ് എൻ്റെ രോഗമെന്നും ഇതിന് മരുന്നുകളില്ലെന്നും ശാരീരികമായിട്ടുള്ള ആ ഒരു സുബോധം നിലനിർത്താൻ 12 സ്റ്റെപ്സ് ഓഫ് റിക്കവറി എന്ന് പറയുന്ന, അതുപോലെ തന്നെ ഫിറ്റ്നസ്സിനുള്ള റിക്കവറി, അങ്ങനെ പല കാര്യങ്ങളും പാംലെറ്റുകളിലൂടെയൊക്കെ വായിച്ചറിയാനും ഒക്കെ സാധിച്ചു. പക്ഷെ ഞാൻ സ്ഥിരമായിട്ട് എല്ലാ ബുധനാഴ്ചയും എൻ്റെ ആശുപത്രിയിലെ മീറ്റിങ്ങിന് എത്തുകയും മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ജോലിയൊക്കെ നിർത്തിവെച്ചിരുന്നു. അല്ലെങ്കിൽ ജോലി എന്നെ പടുകുഴിയിൽ എത്തിച്ചിരുന്നു. അവിടെ നിന്ന് മെല്ലെ എല്ലാ ദിവസവും ഞങ്ങളൊരു 3-4 പേര് സുരക്ഷ ആശുപത്രിയിൽ വൈകുന്നേരം ബാറിൽ പോയിരുന്നതിന് പകരം അവിടെ പോയിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ മീറ്റിംഗ്, സുരക്ഷയ്ക്ക് പുറമെ അങ്ങനെ 1-2 പിന്നെ മീറ്റിംഗ് തുടങ്ങുന്നത് ഇവിടെ തന്നെ. ഞാൻ മീറ്റിങ്ങിൽ പോയത് TK രവിയേട്ടന് തുടങ്ങി വെച്ച ഒരു ഗ്രൂപ്പിലാണ്, അരക്കിണർ. അത് കഴിഞ്ഞ് 95 ഡിസംബറിൽ മരിച്ചുപോയ സോമനും സുന്ദരേട്ടനും ഒക്കെ കൂടി തുടങ്ങിയ കുളവണ്ണ ഗ്രൂപ്പ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ CP ഒരു ഗ്രൂപ്പ് തുടങ്ങി. അങ്ങനെ ഗ്രൂപ്പുകൾ വർദ്ധിച്ചു വന്നു. അതിനിടയിൽ ഞാനും ഈ പറയുന്ന പോലെ ചാലപ്പുറത്ത് എൻ്റെ ലോഡ്ജിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങി. ഒരു 10-15 വർഷം ആ ഗ്രൂപ്പും നിലനിന്നിരുന്നു. പിന്നീട് അത് പൊതുസ്ഥലത്തേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനകത്ത് വന്നതിന് ശേഷം ഈ കിട്ടാത്ത പല കാര്യങ്ങളും എഴുതി ലിറ്ററേച്ചർ കിട്ടുമ്പോൾ ഇംഗ്ലീഷിലുള്ളത് മെല്ലെ മലയാളത്തിലേക്ക് ആരെ കൊണ്ടെങ്കിലുമൊക്കെ പരിഭാഷപ്പെടുത്തി അത് ചികിത്സയ്ക്ക് വരുന്നവർക്ക് എത്തിച്ചു കൊടുക്കുകയും അത് ആഫീസ് മുഹമ്മദ് സാറിനെ കൊണ്ട് അതിന് കറക്ഷനൊക്കെ വരുത്തി അങ്ങനെയുള്ളൊരു പ്രവർത്തനം ആദ്യം മുതലേ തുടങ്ങി. എനിക്ക് ഉണ്ടാകുന്ന പുരോഗതിക്കൊപ്പം മറ്റുള്ളവർക്ക് അത് അവർക്ക് എത്തിച്ചു കൊടുക്കും. ഭാഗ്യവശാൽ 1995 കഴിഞ്ഞ് 96 ആയപ്പോഴേക്ക് തന്നെ കോഴിക്കോടുള്ള ഏതാണ്ട് 8-9 ഗ്രൂപ്പുകൾ കൂടിയിട്ടുള്ള ഇന്റർ ഗ്രൂപ്പിന്റെ സെക്രട്ടറി ആവാനും 99 വരെ നല്ല നിലയിൽ പ്രവർത്തിക്കാനും 98 GSO ഇന്ത്യയുടെ കൽപ്പറ്റ കോൺഫറൻസിന്റെ നടന്ന നടത്തിപ്പിന്റെ മുഖ്യധാരയിലെത്താനും സാധിച്ചു. അവിടെ വെച്ചാണ് ഞാൻ ഇന്ത്യയിലെ ഏറ്റവും പഴമക്കാരായിട്ടുള്ള പല വ്യക്തികളെയും പരിചയപ്പെട്ടത്. അതിൽ പലരും ഇന്നില്ല. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ ഈ പറയുന്ന പോലെ 97 മെയ് മാസത്തിലാണ് നമ്മുടെ ജോയ്ക്കുട്ടി സാറ് പരിഭാഷപ്പെടുത്തിയ ബിഗ് ബുക്ക്, അതിന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയെങ്കിലും അതിന്റെ DTP എടുക്കാനും അതിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച് മുന്നോട്ട് പോകാനും അത് വായിക്കാനും ഒക്കെ ഇടവന്നു. അങ്ങനെയാണ് ഈ ഒരുപാട് പുസ്തകങ്ങൾ ആൽക്കഹോളിസത്തെ പറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഞാനൊരു അധ്യായം വളരെ വ്യക്തമായിട്ട് വായിക്കാൻ ഇടവന്നു. ഒരു പരിഹാരമുണ്ട്. അത് ഞാൻ ആവർത്തിച്ച് വായിക്കുകയും അതിൽ മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാനും ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു. അത് കഴിഞ്ഞ് മെല്ലെ ഓരോരോ കാലം കഴിയുന്നതിനനുസരിച്ച് 12 അതുപോലെ അതും കുട്ടി സാറിന് നല്ലൊരു പങ്കുണ്ട്. 12 പരിഭാഷപ്പെടുത്തിയത്. അതിനുശേഷം ഡെയിലി റിഫ്ലക്ഷൻ ഫിലിപ്പ് മാഷ് ഞാനും കൂടെ തന്നെയാണ് പരിപൂർണമായിട്ട് ചെയ്ത്. അന്നത്തെ ട്രസ്റ്റി ആയിരുന്ന മിസ്റ്റർ ഷാജി KM ഷാജി മുഖേന GSO ഇന്ത്യയിൽ എത്തിക്കുകയും അത് അംഗീകരിക്കപ്പെടുകയും പ്രിന്റ് ചെയ്യുകയും ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ സുബോധ ജീവിതം വന്നു. സുബോധ ജീവിതം ശരിക്കും ആദ്യം തന്നെ സുരക്ഷയിലെ ചികിത്സയിലുണ്ടായിരുന്ന ഒരു ശരത് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനായ ഒരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന് ഫെലോഷിപ്പിലൊന്നും അധികം നിൽക്കാൻ പറ്റിയില്ല.
അമിത ബുദ്ധിയും അമിതമായിട്ടുള്ള സാമ്പത്തികത്വം ഉള്ളവർക്ക് ഇതിന് പിടിച്ചു നിൽക്കാൻ കുറച്ച് പ്രയാസമുള്ളത് അങ്ങനെയുള്ള രണ്ട് പേരോടുള്ള ഒത്തുള്ള പ്രവർത്തനത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം അത് ഏകദേശം നന്നായിട്ട് തന്നെ പരിഭാഷപ്പെടുത്തി തന്നിരുന്നു. അതിന്റെ കോപ്പി. പിന്നെ PU ജോസഫ് മാഷ്. ശരിക്കും എന്റെ ലിറ്ററേച്ചർ സ്പോൺസർ എന്ന് പറയാൻ ജോയ്ക്കുട്ടി സാറും അതിൻ്റെതായ ശരിയായിട്ടുള്ള വഴികൾ എന്തിനെന്ത് ഓരോ പാംലെറ്റിലും അതിന്റെ സാരാംശങ്ങൾ ശരിക്കും എന്റെ ലിറ്ററേച്ചർ സ്പോൺസർ മരണപ്പെട്ടു പോയ കൂടക്കച്ചിറ സണ്ണിച്ചേട്ടനാണ്. പിന്നെ ഞാൻ അതിലൂടെ അങ്ങനെ യാത്ര ചെയ്യുകയും ഇപ്പോഴും ഈ പറയുന്ന ആ പ്രവർത്തനങ്ങൾ നേരത്തെ ഷീബു പറഞ്ഞതുപോലെ തന്നെ കിട്ടാവുന്നത്ര എന്തെങ്കിലുമൊക്കെ കടലാസുകൾ എവിടുന്നെങ്കിലുമൊക്കെ ചുരണ്ടി ഇപ്പോ 27ാമത്തെ വർഷം തേക്കുന്നതിന്റെ 15 ദിവസം മുമ്പ് തന്നെ നമ്മുടെ 12 പടികൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള 1-2 വെർഷൻ അതൊരു 15 കോപ്പി വെച്ച് ഒരു 10-70 പേജ് ഉണ്ട്. ഒരു 2,000 രൂപയോളം അതിന് ചെലവ് വന്ന് ബൈൻഡ് ചെയ്ത് 2 ചികിത്സാലയത്തിലേക്ക് പുതുതായിട്ട് വന്ന 1-2 പേർക്ക് ഒക്കെ കൊടുത്തു. അവരത് കൊണ്ട് നടക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യുന്നു എന്നുള്ളതല്ല. എന്താണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അവരത് ശ്രദ്ധിക്കപ്പെടും, അവരത് നോക്കും, അവരത് പ്രവർത്തിക്കും. അപ്പോൾ അതിന് എനിക്ക് എൻ്റെ സ്പോൺസർ പറഞ്ഞു തന്ന പോലെ തന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലൊന്നും നമ്മൾ കയറി അത് അങ്ങ് കൊത്തിയെടുക്കുകയൊന്നുമില്ല. മെല്ലെ 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 അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ നമ്മളത് ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പൊ അതൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇനി 2 കോപ്പിയും കൂടി ഉണ്ട്. അത് ബർത്ത്ഡേയുടെ അന്ന് പുതുതായിട്ട് വരുന്ന ആരെങ്കിലും മെഡൽ വാങ്ങുന്ന ദിവസം അത് അവർക്ക് കൂടി കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുകൂടെയുള്ള യാത്രയിൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ ഈ പറയുന്നത് പോലെ സുബോധത്തോടെയൊക്കെ അങ്ങനെ മെല്ലെ മെല്ലെ പോകുമ്പോഴേക്കും വീടും വീട്ടിലുള്ളവർക്കും ഒക്കെ കുറെ കാലം കഴിയുമ്പോഴേക്കും അവർക്ക് പിന്നെ ഇതിനോടൊന്നും അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. കാരണം വ്യക്തി ശാന്തനായി കഴിഞ്ഞു, അദ്ദേഹം പറയാൻ കേൾക്കുന്നുണ്ട്, അധികം പുറത്തൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഉണ്ട്. എന്ത് പറഞ്ഞാലും അതിന് അടിപിടിയോ തെറിയോ ഒന്നും ഇല്ലാതെ തന്നെ ശാന്തമായ മറുപടി കിട്ടുന്നു, വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്നുണ്ട്. ഈ വ്യക്തിയിൽ വരുന്ന ശരിക്കുള്ള സ്വഭാവ പെരുമാറ്റ വൈകല്യങ്ങളും നിഷേധമാണല്ലോ ആൽക്കഹോളിസം ബാധിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അപകടകാരിയായിട്ടുള്ള കാര്യങ്ങൾ. മറ്റ് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ഈ പറയുന്നത് പോലെ കുറെ മരുന്നും കുറച്ച് കൗൺസിലിങ്ങും ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറെ സാധിക്കും. പക്ഷെ ഇതിനെ അങ്ങ് ലോസ് ഓഫ് മെമ്മറി, മനസ്സിലായില്ലേ, മറവി എന്നൊക്കെ പറയുന്നത് എനിക്കൊന്നും ഇനിയിപ്പോഴത് വയസ്സ് 73 ഇനി അത് കൂടുതൽ മോശമാവാതെ ആവുക അല്ലാതെ, കാരണം പകുതിയിലധികം മെമ്മറിയും പോയി കഴിഞ്ഞിരിക്കുന്നു. അതിനി തിരിച്ചു കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഉള്ളത് വെച്ചുകൊണ്ട് തന്നെ നമ്മളതിനെ പ്രായോഗികമാക്കുക. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും മറ്റുള്ളവരോടൊത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോഴും ഒക്കെ തന്നെ ആ നല്ല മനോഭാവത്തോടു കൂടി, നല്ല ക്ഷമയോടുകൂടി നമ്മളതിനെ കൈകാര്യം ചെയ്യുക. പിന്നെ ഈ ദൈവികമായ കാര്യങ്ങളിലേക്ക് ദൈവം എന്ത് ഏത് നാം കാണുന്ന ഒരു ദൈവവും സാധാരണഗതിയിൽ ഇന്ന് ലോകത്ത് നടപ്പിൽ ആയിക്കൊണ്ടിരിക്കുന്ന മതങ്ങളും തമ്മിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഒത്തുപോകാനൊക്കെ, കാരണം ഈ ദൈവത്തെ നമ്മൾ പല പ്രാവശ്യം വിളിച്ചിട്ടും ദൈവം നമുക്കൊരു മറുപടി തന്നില്ല. പക്ഷെ പിന്നീട് നാം വിശ്വസിക്കുന്ന ആ ഒരു ദൈവം നമ്മളെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടവനായപ്പോ പിന്നെ നമ്മൾ എന്തു തുടങ്ങി, നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി. മാപ്പപേക്ഷ എന്ന് പറയുന്നത് ഒരു മാനസിക ചികിത്സയാണെന്നും അതിന് നമ്മൾ ശരിയാവണ്ണം ആ മാനസിക ചികിത്സ നടത്തുകയാണെങ്കിൽ അത് മാപ്പപേക്ഷ മാനസിക ചികിത്സ എന്ന് പറയും പോലെ തന്നെ അതിന് ദൈവവുമായിട്ടുള്ള പിന്നെ ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ പ്രായശ്ചിത്തം, അതായത് എമൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ, ചെയ്തു പോയ തെറ്റുകൾക്ക് നമ്മൾ ദൈവത്തോട്
പശ്ചാത്തപിക്കണം. നമ്മുടെ അഞ്ചാം പടി ശരിക്കും പ്രവർത്തിക്കുന്നതോടുകൂടി നമുക്ക് ആ മാറ്റങ്ങൾ വരും. അത് കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന്റെ ആ കാരുണ്യം തേടൽ, പിന്നെ ദൈവത്തെ ആരാധിക്കൽ, ദൈവികമായ ആരാധന. അത് പ്രാർത്ഥനയിൽ നിന്നാണല്ലോ. പ്രാർത്ഥനയാണല്ലോ എല്ലാ ആരാധനയുടെയും തുടക്കം. ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമ്മളിൽ വന്നു തുടങ്ങുമ്പോൾ നമ്മൾ ഒരു പുതിയ മനുഷ്യനായി മാറുകയും ദൈവത്തോട് നന്ദിയുള്ളവനാവുകയും ചെയ്യും. മനസ്സിലായില്ല? അപ്പൊ ആ 3-4 പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. അവസാനം നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരാവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ പറയുന്ന പോലെ മറ്റുള്ളവർ കാണത്തക്ക രൂപത്തിലുള്ള, അല്ലെങ്കിൽ സമൂഹം വിചാരിക്കുന്ന പോലെയുള്ള ഒരു വിശ്വാസി ആയിക്കൊള്ളണമെന്നില്ല ഒരു മദ്യാസക്തൻ. അവന്റെ ഉള്ളിൽ അത് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. അത് പ്രകടമാക്കാൻ ചിലപ്പോൾ അവന് അത് സാധിക്കുന്നില്ല. പക്ഷെ അവന് ചുറ്റും ഒരു വലയം, അല്ലെങ്കിൽ ഒരു ദൈവികമായിട്ടുള്ള ഒരു വെളിച്ചം അത് അവന് കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് എൻ്റെ ജീവിതാനുഭവങ്ങളിലുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇനി 27 വർഷം കൊണ്ട് കുറെ പണം നേടി, ധനം നേടി, അതല്ലെങ്കിൽ അതല്ല ഇവിടെ കാര്യം. ഞാൻ കാര്യങ്ങൾ വിട്ടുകൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ വിവാഹിതനായിരുന്നു. ഞാൻ എത്തുമ്പോഴേക്കാണ് എൻ്റെ മൂത്ത 2 മക്കള് ഇവിടെ സംഗതി വാപ്പ പോകുന്ന വഴി ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ അവർ 19, 20 ഡിപ്ലോമ, ഇലക്ട്രോണിക്സ് ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ് ഗൾഫിലേക്ക് എത്തപ്പെട്ടു. അതിന് കാരണക്കാരൻ എൻ്റെ ഒരു സഹോദരി ഭർത്താവാണ്. അപ്പോൾ അവര് ഇത് കഴിഞ്ഞ് അവരെ 3-ാമത്തെ അനുജനെ പഠിപ്പിച്ചു. അവനും ഗൾഫിലെത്തി. പിന്നെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് 10 വയസ്സാണ് ഞാൻ മദ്യപാനം നിർത്തുമ്പോൾ. ഇപ്പോൾ അവൾക്ക് 37 വയസ്സായി. അവളും വിവാഹം കഴിഞ്ഞ് 3 കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ മൊത്തം കുടുംബത്തിനുണ്ടാവുന്ന ആ പൊതു നന്മ, 1-ാമത്തെ പാരമ്പര്യത്തിൽ പറയുന്ന ആ പൊതു നന്മ വന്നു തുടങ്ങി. മക്കളൊക്കെ കുറേശ്ശെ ഏൺ ചെയ്യാൻ തുടങ്ങി. അവരുടെ സ്വന്തം കാലം അത് നിൽക്കാനും അവരെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് അവര് മക്കളുമായിട്ട് വളരെ കാലം ഗൾഫിൽ നിന്നതിന് ശേഷം ഒരു 3 വർഷമായിട്ടും 3-ാമത്തെ മകനും 2-ാമത്തെ മകനും അവരുടെ കുടുംബത്തെ കോഴിക്കോട്ട് കൊടുന്ന് ഒരു ഫ്ലാറ്റ് എടുത്ത് അവിടെ താമസിപ്പിക്കുന്നു. മൂത്ത മകന്റെ വീട് പണി ഏകദേശം പൂർത്തീകരിക്കുന്നു. മകൾക്കും ഒരു വീടിന്റെ പണിയൊക്കെ. അപ്പോൾ ആ മൊത്തം ഉള്ള പുരോഗതി മനസ്സിലായില്ല, പൊതു നന്മ മനസ്സിലായില്ല. അതിന് ഒന്നിനും ഇടപെടാൻ ഞാൻ പോകാറില്ല എന്ന് പറഞ്ഞാൽ അവർ എന്നെക്കായും അനുഭവം കൊണ്ട് മികച്ച രീതിയിൽ ലോകത്ത് മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ സ്വന്തം കാശുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നതിൻ്റെ ഓരോ ഷെയറുകൾ ചെറുമട്ടത്തിലുള്ളതൊക്കെ ഞാൻ അവർക്ക് കൊടുക്കുകയും വീടിൻ്റെ പകുതി ഷെയർ ഉണ്ടായിരുന്നത് പരിപൂർണമായിട്ട് ഭാര്യയ്ക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഇനിയുള്ളത് 2 ചെറിയ ഫ്ലാറ്റുകളാണ്. അതും മകൾക്കായിട്ട് അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതും കൂടെ കഴിയുമ്പോൾ പറയുന്നത് പോലെ പരിപൂർണമായിട്ട് യാത്രയ്ക്ക് ഒരുങ്ങുക. എൻ്റെ സ്പോൺസർ പറയുന്ന പോലെ ഒരു 10-20 വർഷമൊക്കെ ഏലൂടെ സഞ്ചരിച്ച് ഒരുവിധം ഒക്കെ അടിത്തറയൊക്കെ ശരിയായി കഴിഞ്ഞാൽ ദെൻ പ്രിപ്പയർ തയ്യാറെടുക്കുക യാത്രയ്ക്കുള്ളത്. ആ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിൽ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടുള്ളതല്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം. എനിക്ക് തണലായിട്ട് ഇപ്പോൾ എൻ്റെ ചുറ്റുഭാഗത്ത് വിജയംപിള്ള, ലാംബേർട്ട്, പേരെടുത്ത് പറയുന്നത് അവര് എന്നോട് അത്ര ബന്ധമുള്ളത് കൊണ്ടാണ്. അതുപോലെ നമ്മുടെ അബൂബക്കർ, അങ്ങനെ കുറേ സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ഇപ്പം ഒരു 3-4-5 എല്ലാ കൊല്ലം ഏതെങ്കിലും ഒരു പുതുമക്കാരൻ എങ്ങനെയെങ്കിലും 1-2 പേര് എത്തപ്പെടും. ഞാൻ അവരുമായിട്ട് അവർക്ക് വേണ്ടുന്ന ഈ പറയുന്ന വെറുതെ ഡ്രൈ ആയിട്ട് ജീവിക്കുന്നതിനേക്കാൾ ഇതിനുള്ള ചില തത്വങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാൻ എന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് അങ്ങനെ പോകും. ഇപ്പോൾ എന്നെ കൈപിടിച്ച് കയറ്റിയ ടി കെ രവിയേട്ടൻ്റെ മകൻ ആണിപ്പോൾ
അധികവും കൂട്ടിനുള്ളത്. പിന്നെ നമ്മുടെ വിനയനുണ്ട്. അങ്ങനെ കുട്ടികളുണ്ട്. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ ഒരാള് വേറൊരു 6 കൊല്ലക്കാരൻ, ഇങ്ങനെ അവരൊക്കെ ഒരു 4-5 പേരിപ്പോ ഏകദേശം ഈ പറയുന്ന പോലെ നമ്മളുമായിട്ട് അങ്ങനെ നിരന്തരം ദിവസം ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എങ്ങനെ പ്രവർത്തിക്കണം, മറ്റുള്ളവരോടൊത്ത് എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നുണ്ടെങ്കിലും ചില വിട്ടുവീഴ്ചകൾ ആൽക്കഹോളിക്സ് അനോണിമസ് ഇപ്പോൾ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ, ചെറിയ കാര്യങ്ങളിലൊക്കെ ഒന്ന് സഹായിച്ചാലോ, അല്ലെങ്കിൽ അത് നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അത് കിട്ടില്ല എന്നുള്ള അത് വിചാരത്തോടു കൂടി തന്നെ ഞാനങ്ങനെ എന്തെങ്കിലുമൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് കയ്യിലില്ലെങ്കിൽ ഞാൻ തീർത്തും അപ്പൊ തന്നെ പറയും എൻ്റെ കയ്യിലില്ല, ഇല്ലാത്തത് കൊണ്ടാണ്. അത് ചിലർ തിരിച്ചു തരാറുണ്ട്, ചിലർ അത് അവരുടെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് തിരിച്ചു കിട്ടാറില്ല. അപ്പൊ അതേപ്പറ്റിയൊന്നും വേവലാതിപ്പെടാറില്ല. അങ്ങനെ വലിയ ബാങ്ക് ബാലൻസും ബാക്കിയില്ല. ഇന്നത്തെ ബാങ്ക് ബാലൻസ് ഈ പറയുന്ന പോലെ ഒരുപാട് ബന്ധങ്ങളാണ്. ഒരുപാട് 4-5 സെന്ററുകളിലുള്ള സിസ്റ്റേഴ്സ്, 1-2 സെന്ററുകളിലുള്ള പ്രീസ്റ്റ്സ്, മനസ്സിലായില്ലേ? അതുപോലെ എൻ്റെ സ്പോൺസർ മണിലാല്, ആഫീസ് മുഹമ്മദ് സാറ്, അങ്ങനെ പഴമക്കാരായിട്ടുള്ള ഒത്തിരി 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 പേര്, ഒരുപാട് പേര് എനിക്ക് ഓർക്കാനുണ്ട് ജീവിതത്തിൽ. പത്ത് 800 ചില്ലാൻ നമ്പറുകൾ ഏക്കാരുടേത് മാത്രം എൻ്റെ ടെലിഫോണിൽ കിടക്കുന്നുണ്ട്. അത് 10 ദിവസം മുതൽ 40 കൊല്ലം 43 കൊല്ലം വരെയുള്ള ആൾക്കാരുടെ നമ്പറും അഡ്രസ്സും ഇതിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ളത്. ആക്ഷൻ ഇല്ലാതെ നമ്മൾ ഈ പറയുന്നത് പോലെ വെറുതെ ഇരുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. എനിക്ക് ഇരുന്ന് പണിയെടുക്കാനേ പറ്റുള്ളൂ. ഞാൻ ഇരുന്ന് പണി ചെയ്യുക. അപ്പൊ നാളെ രാവിലെ 10-10:30 ആകുമ്പോഴേക്കും ഞാൻ ചികിത്സിക്കപ്പെട്ട ചികിത്സാലയത്തിൽ എത്തും. അതിന് രവിയേട്ടൻ്റെ മകനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി അവിടെയുള്ള ഇപ്പോൾ ചികിത്സയിലിരിക്കുന്ന ആൾക്കാരോടൊത്ത് കുറച്ചു നേരം ഇരിക്കുക. അവർക്കൊരു ചായയൊക്കെ കൊണ്ടുപോകും. അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച ഞങ്ങൾ 3 പേര്, ഗുരുവായൂരിൽ നിന്നുള്ള ഗുരുസിംഗ്, ലതീഷ്, കോഴിക്കോട് ലതീഷിനൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഞാനും കൂടി 3 പേരും കൂടി ടോക്കൺ ക്രിസ്ത്യൻ കോളേജിന്റെ സെന്റ് ജോസഫ് മുമ്പിലുള്ള സെന്റ് ജോസഫ് ചർച്ചിൽ വെച്ച് ആ ടോക്കൺ 27 ടോക്കൺ വാങ്ങാനുമാണ് പരിപാടി ഇട്ടിട്ടുള്ളതും അതിനുള്ള തയ്യാറെടുപ്പിലുമാണ്. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ മെഡൽ വാങ്ങും. നാളെ ചികിത്സാലയത്തിൽ പോകും. അപ്പൊ അങ്ങനെ ഇനി എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലം ഏലൂടെ ജീവിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യുക. എൻ്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങളിൽ നല്ലൊരു ശേഖരം പുസ്തകങ്ങളും ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട, എൻ്റെ പ്രിയപ്പെട്ട, എനിക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തിയെ ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ മറ്റു ചില സുഹൃത്തുക്കൾ പരിഭാഷപ്പെടുത്തി കൊണ്ടുവരുന്ന സംഗതികൾ, അതിൽ തെറ്റുകൾ തിരുത്തി, അല്ലെങ്കിൽ തെറ്റുകൾ തിരുത്താൻ സാധിക്കുന്നവരെ സമീപിച്ച് അത് തെറ്റ് തിരുത്തി അവർക്ക് തന്നെ തിരിച്ചു കൊടുത്ത് അതിൻ്റെ ഒരു കോപ്പി എടുത്തു വെച്ച് അങ്ങനെ ഒരുവിധ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം ആർക്കു വേണ്ടി, എന്തിനു വേണ്ടി? ഇറ്റ് ഈസ് നോട്ട് ഫോർ യു, ഇറ്റ് ഈസ് ഫോർ യുവർ ഗ്രാൻഡ് ചിൽഡ്രൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൽക്കഹോളിക്സ് അനോണിമസ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് നിനക്കുള്ളതല്ല, നിന്റെ അടുത്ത തലമുറയ്ക്കും അതിനടുത്ത തലമുറയ്ക്കും ഉള്ളതാണ്. അപ്പൊ അത് വളരെ വ്യക്തമാണല്ലോ. ഞങ്ങളൊരു 10-15 പേരിൽ നിന്ന് അത് പിന്നീട് 100-ആയി 200-ആയി എന്നിപ്പോ കേരളത്തില് ശരിക്കും ഒരു 10,500-ഓളം വളരെ നല്ല നിലയിൽ സുബോധം കൊണ്ട് നടക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്. ഏകദേശം ഒരു 3,000-4,000 ഇടയ്ക്ക് മെമ്പർമാര് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ട്. ഒത്തിരി 10-300 ഗ്രൂപ്പുകളുണ്ട്. വളരെയധികം നല്ല നിലയിൽ തന്നെ ഇപ്പൊ ട്രസ്റ്റിമാരും ഓരോ ഘട്ടം കഴിയുമ്പോഴും പുതുതായിട്ട് വരുന്ന ട്രസ്റ്റിമാർ അവർ വളരെ ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നു. നല്ല രീതിയിൽ കൺവെൻഷനുകൾ നടത്തപ്പെടുന്നു. നല്ല രീതിയിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ വളർച്ചയ്ക്കായിട്ട് എല്ലാവരും ഒത്തുചേരും. ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ഇതിനകത്ത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രിയാമ്പിളിൽ
പറയുന്ന എൻ്റെ സ്പോൺസർ എപ്പോഴും പറയും, പ്രാർത്ഥന 3 പ്രാവശ്യം ചൊല്ലിയാലും ഈ പ്രിയാമ്പിള് 6 പ്രാവശ്യം ചെല്ലണം. കാരണം ആ ഉദ്ദേശ ശുദ്ധി അതോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ. പിന്നെ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്നതും അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്നതും ഒക്കെ പലതും 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 നമുക്ക് നല്ലതായിട്ട് തോന്നുന്നതൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം, എഴുതി വെക്കാം, എഴുതി വെച്ച് നമുക്ക് പഠിക്കാം. എൻ്റെ സ്പോൺസർ എൻ്റെ ബിഗ് ബുക്കിൽ എഴുതി തന്ന ഒരു 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 കാര്യമുണ്ട്. റീഡ് ബിഗ് ബുക്ക് 10 to 15 minutes daily. It will teach you how to get sober. It will heal you. It will give a spiritual growth from a chronic disease. And then lastly, forget. എല്ലാം മറക്കാൻ and forgive. Forget and forgive. പക്ഷെ ഇതിൽ അകത്തുള്ള ഒരു കാര്യം, നമ്മോടൊത്ത് ജീവിക്കുന്ന പലർക്കും നാം ചെയ്തു പോയിട്ടുള്ള പല കാര്യങ്ങളും അവര് ചിലപ്പോ മറക്കാൻ സാധ്യതയില്ല, പക്ഷെ പുറത്തിട്ടുണ്ടായിരിക്കും. കാരണം അത്രയധികം വേദനാജനകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആൽക്കഹോളിസം ബാധിച്ച നമ്മൾ ചെയ്തിട്ടുണ്ട്, അറിയാതെ ചെയ്തു പോയതാണ്, ബുദ്ധി സ്ഥിരതയില്ലാതെ ചെയ്തു പോവാണ്. ഇതൊന്നും നാട്ടുകാർക്ക് മനസ്സിലാവില്ല. വി ആർ നോട്ട് മാഡ് ഓർ ബാഡ്, വി ആർ സിക്ക് പേഴ്സൺ എന്ന് പറയില്ലേ. നമുക്ക് നോട്ട് മാഡ്, ഭ്രാന്തന്മാരല്ല, നമ്മൾ അസുഖം ബാധിച്ച വ്യക്തിത്വങ്ങളാണ്. എന്താണെങ്കിലും ഏകദേശം 10-48 പേര് ഇന്നിപ്പോൾ ഗ്രൂപ്പിലുണ്ട്. എല്ലാവർക്കും അകന്നഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുക, ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി ഇല്ലാതെ ആൽക്കഹോളിക്സ് അനോണിമസിൽ വേറെ ഒന്നുമില്ല. ആദ്യം നന്ദിയുള്ളവനായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ആ നന്ദി ഇന്നത്തെ മീറ്റിങ്ങിൽ ഒത്തുചേരലിൽ വന്ന എല്ലാവർക്കും, എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ എൻ്റെ ഇന്നത്തെ ദിവസം ഇതിനെ ക്ഷണിച്ച മോഡറേറ്റർക്കും മിഡ് നൈറ്റ് സ്റ്റാർസ് ഗ്രൂപ്പിനും നന്ദി പറഞ്ഞുകൊണ്ട് 4 മിനിറ്റ് കൂടെ നമുക്ക് കാത്തിരുന്ന് 12 മണി അടിക്കുന്നതോടുകൂടി എൻ്റെ 27ാം ജന്മനത്തിൽ എനിക്ക് വേണ്ടി ഒരു നിങ്ങളെല്ലാവരും മനസ്സിൽ ഇനിയും ഉള്ള കാലവും സുബോധത്തോടുകൂടി ജീവിക്കാനും നമുക്കെല്ലാം സുബോധത്തോടുകൂടിയുള്ള ഒരു പര്യവസാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനും സാധിക്കട്ടെ എന്നും ആഗ്രഹിക്കുകയും സർവശക്തനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നോട് ചെയ്തു പോയ തെറ്റുകൾ അല്ലെങ്കിൽ വന്ന തെറ്റുകൾക്ക് എൻ്റെ വാക്കുകൾ കൊണ്ട്, എൻ്റെ പ്രവൃത്തി കൊണ്ട് ആർക്കെങ്കിലും വല്ല വിഷമങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു തരണമേ എന്ന്. വല്ല തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണമെന്നും, എന്നോട് ആശയപരമായിട്ടോ അല്ലെങ്കിൽ മറ്റ് വല്ല കാരണങ്ങളെ കൊണ്ടോ എന്നെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അതിന് ഉള്ള കാരണങ്ങൾ നേരിട്ട് പറയുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ്. അപ്പോഴാണ് ശരിക്ക് നമ്മൾ പറയുന്ന ക്രിറ്റിസിസം അതൊരു നല്ല രീതിയിലാവാം, അത് വളരെ നല്ലതാണ്. ഇപ്പൊ 2 കൂട്ടർക്കും ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നതിന് ശേഷം ആരോടും തെറ്റിയിട്ടില്ല, പിണങ്ങിയിട്ടില്ല. കാര്യങ്ങൾ തുറന്നു പറയും, തുറന്ന് ചോദിക്കുകയും ചെയ്യും. അതിപ്പോൾ സോമൻ ഉണ്ടായിരുന്ന കാലത്തും ടി കെ രവിവേട്ടനുള്ള കാലത്തും അവരോടും എന്നോട് ചോദിച്ചാലും ഞാൻ അവരോട് ചോദിച്ചാലും ഞങ്ങളൊന്നും ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയിട്ടില്ല, ഗ്രൂപ്പിസം ഉണ്ടാക്കിയിട്ടില്ല. അതാണ് എൻ്റെ വേറൊരു കാര്യം. ഗ്രൂപ്പിസം ഉണ്ടാക്കിയിട്ടില്ല, ഞങ്ങൾ അനുയായികൾ ഉണ്ടാക്കിയിട്ടില്ല. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ വന്ന അതേ പാതയിലൂടെ സഞ്ചരിക്കാൻ അവർക്ക് പ്രചോദനം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തി മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ പ്രവൃത്തി, നമ്മുടെ നല്ല പ്രവൃത്തി സർവശക്തൻ കാണുന്നുണ്ട്, അതിനനുസരിച്ചുള്ള പ്രതിഫലം നമുക്ക് കിട്ടും. പക്ഷെ ഒന്നും പെട്ടെന്ന് ഒറ്റയടിക്കൊന്നും, ചിലർക്ക് സാമ്പത്തികമായിട്ട് വലിയ വളർച്ചയൊക്കെ വന്നിട്ടുണ്ടാകും, അത് വളരെ ചുരുക്കം പേർക്ക്. ചിലർക്ക് ജീവിക്കാനുള്ളത് തന്നിട്ടുണ്ടായിരിക്കും, ചിലർക്ക് ഇപ്പോഴും നല്ല ബുദ്ധിമുട്ടുകൾ കൊടുത്ത് പരീക്ഷണം. കാരണം പരീക്ഷണത്തിലൂടെ അല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല എന്ന് ദൈവത്തിന് അറിയാം. നാം വിശ്വസിക്കുന്ന സർവശക്തന്
അറിയാം. കാരണം പെട്ടെന്ന് ഇവന്റെ കയ്യിൽ കൊടുക്കുക മറ്റുള്ളതിനേക്കാളും പഴയ രീതിയിലേക്ക് ഇവൻ തിരിച്ചു പോകുമെന്നുള്ള അത് ദൈവത്തിന് അറിയാം. And there is just 1 minute more for my 27th, completing 27 years. Now it is 11:59 in my watch. 1 minute more for the 27th anniversary. Just waiting for that 1 minute. Just waiting for that minute. Just waiting for that minute. Yes, 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 yes. Now it is 12 o'clock. Happy Congratulations, birthday. Happy birthday. Happy Wazirka. birthday to Happy birthday to you. you. 27th birthday. എല്ലാവർക്കും Happy birthday. എല്ലാവരും Happy birthday. നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ബാക്കി അരമണിക്കൂർ നമുക്ക് നല്ല രീതിയിലുള്ള ആരുടെയെങ്കിലുമൊക്കെ ഷെയറിങ് കേട്ട് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. താങ്ക് യു എവരിബഡി. താങ്ക് യു.